ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അഞ്ചാമത്തെ നോമ്പിലോട്ട് കടക്കുകയാണ്. സൗദിയിൽ ഞാൻ ഇന്ന് എത്തിയിട്ട് അഞ്ചാമത്തെ ദിവസം. ലാസ്റ്റ് സപ്പറാണ്. അതാണ് ഇന്നത്തെ ഒരു വ്ളോഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് സൗദിയിലുള്ള എന്റെ അവസാനത്തെ അത്താഴമാണ്. ലാസ്റ്റ് സപ്പർ എന്നും പറയാം. 1:15 എന്താണെന്ന് അറിയില്ല. ഈ കഴിക്കാൻ പോണ സമയം ഇപ്പൊ കുറച്ച് ദിവസങ്ങളിലായിട്ട് 1 മണിക്ക് ശേഷമാണ്. ഫുഡിന്റെ കാര്യം തന്നെ ഓർമ്മ വരുന്നത്. നേരത്തെ കഴിക്കണമെന്നൊക്കെ വിചാരിച്ചതാ. വേറെ കുറെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഫുഡ് കഴിയുമ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി. നോമ്പ് തുറയൊന്നും വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമുണ്ട്. ലാസ്റ്റ് സപ്പറും കൂടെ ആയതുകൊണ്ട് എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോ ദമാമിലുള്ള അൽക്കോബാറിലാണ്. ഇവിടെ വന്നിട്ട് ഇന്നലെയാണ് വന്നത്. പക്ഷെ ഫുഡ് കഴിക്കാനും നോമ്പ് തുറക്കാനും അത്താഴത്തിനും അല്ലാണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല. എന്താണെന്നറിയില്ല, എവിടെയും പോകാനൊന്നും തോന്നില്ല. ഇവിടെ അടുത്ത് വലിയ മോളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഇത് ശ്രദ്ധിക്കുന്നത്. അപ്പൊ നമുക്ക് അത്താഴത്തിലോട്ട് കടക്കാം അല്ലേ? ഞങ്ങളെല്ലാരും നോമ്പൊക്കെ എടുത്ത് നല്ല ക്ഷീണത്തിലൊക്കെ ഇരിക്കണം എന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം നാട്ടില് ഭയങ്കര ചൂടാന്ന് അറിഞ്ഞു. ഇവിടെ ഇപ്പൊ കുഴപ്പമില്ല, ഭയങ്കര തണുപ്പാണ് സൗദിയില്. അതുകൊണ്ട് പുറത്തോട്ട് പിന്നെ ഇറങ്ങുന്നില്ല ക്ഷീണത്തിന് വേണ്ടിട്ട്. ഒരു കാര്യം ചെയ്യുന്നുമില്ല, ഒരു പണിയും ഇല്ല. 2 നേരത്തെ ഫുഡും പുറത്തുനിന്നാണ്. അപ്പൊ നല്ലൊരു റെസ്റ്റോറന്റ് കണ്ടെത്തിയിട്ട് അത്താഴം അവിടെ ആക്കാന്ന് ഇന്ന് വിചാരിക്കുന്നുണ്ട്. എന്ത് കഴിക്കണോന്നൊരു പ്ലാൻ ഇല്ല. അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യത്തിലോട്ട് എടുക്കാം. നല്ല തണുപ്പ് പുറത്ത്. നമ്മൾ പോകാൻ പോകുന്ന റെസ്റ്റോറന്റ് ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയാലേ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. ഫിഷ് ആൻഡ് റൈസ് സീ ഫുഡ് റെസ്റ്റോറന്റ്. കുറെ ദിവസങ്ങളിലായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഇവിടെ കഴിക്കാൻ കയറാണ്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞു, സമയം കഴിഞ്ഞു വിചാരിച്ചു. പാർക്കിംഗ് കിട്ടാൻ എന്താ പാട്. നമ്മളിവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് നിക്കാന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉടനെ ഒന്നും മാറ്റി തരത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക്, ചില ആൾക്കാർക്ക് കേട്ടോ. എത്ര സമയം എടുക്കും ഇത്? 20 മിനിറ്റ്സ് അല്ലേ? ഓക്കെ, ഫിഷ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം ഇവിടെ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ സീ ഫുഡ് റെസ്റ്റോറന്റ് ആണ്. ശരി, വേണ്ട സീബ്രീം ഉണ്ടോ? ചെറുത് മതി, 2 ആൾക്കുള്ള. അയ്യോ, അത് ഭയങ്കര അത് വേണ്ട. ഉം. കുഴപ്പമില്ല, രണ്ടും ഏതാണ്ട് സെയിം തന്നെ. ആ കല്ലുമ്മക്കായ ഉണ്ടല്ലേ? ഏ ആ ചീസാക്കി ചെയ്തോളൂ. ചീസ് അതിന് ലോബ്സ്റ്ററും പറഞ്ഞിട്ടുണ്ട്. ക്രാബ് എപ്പോഴാ കഴിച്ചു തീരാന്ന് അറിയില്ല. ക്രാബ് എന്താ ചെയ്യാൻ പറ്റാ? ഒരെണ്ണം രണ്ട് പീസ് മതി. 2 പീസ് മതി. ആ, ഇനി ഫുഡിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഏകദേശം 2 മണിയായിട്ടുണ്ട്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് എപ്പോഴാ തിരിച്ച് റൂമിലെത്താന്ന് അറിയില്ല. നാളെയാണ് എന്റെ ഫ്ലൈറ്റ് ഈവനിങ്ങിന്. സോ അങ്ങനെ ഞാൻ കുറെ അധികം പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. ഇനി നാളെ തിരികെ അതേ പ്രശ്നങ്ങളിലോട്ട് കാലെടുത്ത് വെക്കാൻ പോവാണ്. അതെല്ലാം എന്നെ ഇനിയും കാത്തു നിൽക്കുകയാണ്. എന്നതൊക്കെ പരിഹരിക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നാൽ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും പരിഹരിക്കാൻ വേണ്ടിയിട്ട്. പരിഹരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. സത്യം പറഞ്ഞാൽ അതൊന്ന് ഫേസ് ചെയ്യാൻ പറ്റാണ് ഞാൻ ഒളിച്ചോടി പോകുന്നതാണ് സൗദിയിലോട്ട്. ഇവിടെ നിന്നിട്ടുണ്ടായിരുന്ന ഈ 5 ദിവസം ഭയങ്കര ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഹാപ്പിനെസ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. തിരിച്ചു പോകണം എന്നൊക്കെ ആലോചിക്കും എന്തൊരു സങ്കടം പോലെയൊക്കെ. ഒന്നാമത് എനിക്ക് സൗദി അറേബ്യ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു സങ്കടം അങ്ങനെ മുട്ടി നിൽക്കുന്ന സമയത്ത് ഇങ്ങോട്ടോട്ട് ഓടി വന്നത്. ഇത്രയും ദിവസം എനിക്ക് അതൊന്നും ഓർമ്മയില്ലായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എന്താ ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ അത് എല്ലാം മറന്നു നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ തിരിച്ച് ദുബായിലോട്ട് പോകണമെന്ന് ആലോചിക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ എന്റെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാൻ പാടില്ല എന്താവൂന്ന്. എല്ലാം ശരിയാവുമായിരിക്കും. ശരിയാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ ഷോർബ, അതായത് സൂപ്പ് നമ്മൾ കഴിക്കാൻ പോവാണ്. സ്റ്റാർട്ടർ ഇതാണ്. ക്രാബ് അടപ്പുണ്ട് ഇതിനകത്ത്. വൈറ്റ് കളറിലുള്ള ഷോർബ ഞാനിപ്പോ ഇങ്ങനെ കാണുന്നേ. നോർമലി നമ്മള് സൂപ്പൊക്കെ കുടിക്കുന്നത് ട്രാൻസ്പെറന്റോ അല്ലെന്നുണ്ടെങ്കിൽ ഹോട്ട് ആൻഡ് സോറൊക്കെ അല്ലേ. ഇതൊരു ക്രീമി ചീസി കളറാണ്. അതിനെ കുറിച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ തള്ളാം. വാവ്, കൂന്തലൊക്കെ കിടപ്പുണ്ട്. ഇത് കൂന്തലാണ്. അടിപൊളി അടിപൊളി. ഞങ്ങളുടെ നാട്ടില് കപ്പ കൊണ്ടൊരു സാധനം ഉണ്ടാക്കും, പേസ്റ്റ് പോലെയുള്ള. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അധിക പക്ഷെ നമ്മളെ വീട്ടിലത് ഉണ്ടാക്കാറുണ്ട്. അതിന്റെ എക്സാക്ട് ടേസ്റ്റ് ആണ്. ഇത് കപ്പയാണോ ഡൗട്ട് ഉണ്ട്. അപ്പാറ് ടേസ്റ്റോ. നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് അപ്പൊ കൊടുക്കുന്നത്. ഇനി വരാൻ പോകുന്നതൊക്കെ നല്ലതാണെന്ന് പ്രതീക്ഷിക്കാം ഇത് വെച്ചിട്ട്. കൂന്തൽ മാത്രമല്ല, ഇതിനകത്ത് പ്രോൺസ് ഉണ്ട്. പ്രോൺസും ക്രാബും ഉണ്ട്.
സോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് എന്തെന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു കൺഫ്യൂഷനാണ് നിൽക്കുന്നത്. റൈസ് വന്നിട്ട് 2 ഫ്ലേവറിലുള്ള റൈസാണ്. ആക്ച്വലി 3 ഫ്ലേവർ റൈസ് ഉണ്ട്. ഞാൻ 2 പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് ഒരെണ്ണം വൈറ്റ് റൈസ് ആണ്, അതെനിക്ക് അത്ര പോകത്തില്ല. പിന്നെ ഫിഷ് ഗ്രിൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം സ്പൈസി ആണെന്നുള്ളത്. ചില്ലി ഫ്ലേക്സ് ഒക്കെ മുകളിൽ കിടപ്പുണ്ട്. പിന്നെ ഇത് നമ്മുടെ ലോബ്സ്റ്റർ ആണ്. ലോബ്സ്റ്റർ ഒരു വൈറ്റ് സോസ് ആണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഗ്രില്ല് കുഴപ്പമില്ല. അത് ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. കൊതി അടക്കി വെക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇത് ലോബ്സ്റ്റർ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴെപ്പോഴും കഴിക്കാൻ ഇഷ്ടമൊന്നുമല്ല, വല്ലപ്പോഴും ഒരിക്കലും കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഇത് ക്രാബും. ഇത് വന്നിട്ട് ചീസിൽ ഗ്രിൽ ചെയ്തിട്ടുള്ളതാണ്. കല്ലുമ്മക്കായ വന്നിട്ട് 2 ഫ്ലേവർ ഉണ്ട്, ചീസും പിന്നെ ഒരു മിക്സ് മസാലയും. ചൂടാറി പോകുന്നതിന് മുമ്പ് ഞാൻ പതിയെ കഴിക്കട്ടെ. ആദ്യം റൈസ്. ഈ റൈസ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇത് തന്നെ നോക്കാം. ഒരു പുളിയുള്ള റൈസ് വന്നിട്ട് എന്താ ഫ്ലേവർ ഒന്നും എനിക്ക് അറിയാൻ പാടില്ല. എന്തൊരു പേരും പറഞ്ഞു. നമുക്ക് അവിടെ ഇതൊക്കെ ഓർമ്മയിരിക്കുകയാണ്. ഫുഡ് ഉണ്ടാകുമ്പോൾ ഞാൻ എല്ലാം മറക്കും. അടിപൊളി. ഇതൊക്കെ ഒന്ന് പയ്യപ്പോൾ ഞാൻ തിന്നട്ടെ. ഫിഷ് വിചാരിച്ചത്ര എരിയൊന്നുമില്ല. ചില്ലി ഫ്ലേക്സ് ഉണ്ടെന്നേ ഉള്ളൂ. കഴിച്ചു നോക്കിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ കൊല്ലം ഏതോ ഒരു ദിവസം ഇതുപോലെ അത്താഴം എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും ഓർമ്മ വന്നു ഇതൊക്കെ കഴിച്ചപ്പോൾ. നല്ല ഗ്രാൻഡ് ആയിട്ട് ഇതുപോലത്തെ ഫിഷ് ഐറ്റംസ് ഒക്കെ ഞാൻ കഴിച്ചിരുന്നു. അജ്മാനിലുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. നോമ്പ് തുറക്കുമ്പോൾ ഒരു ഫുഡ് ഇറങ്ങുന്നില്ലെന്നേ. ഡേറ്റ്സ് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞ കണക്കാം. ഇനി ഇതുപോലത്തെ ഒരു ഗ്രാൻഡ് അത്താഴം ഇതുപോലത്തെ ഒരു ഗ്രാൻഡ് അത്താഴം ഇനി അടുത്തെങ്ങാനും കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളെല്ലാവരും നോമ്പ് തുറയണല്ലോ, ഭയങ്കര ഒരുപാട് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നോമ്പ് തുറക്കുന്നേ. അത്താഴം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരുപാട് ഐറ്റംസ് വെക്കുമെന്നുള്ളത്. ചോറോ എന്തെങ്കിലും പലഹാരം മാത്രമല്ലേ കഴിക്കുള്ളൂ. ഞാനേ ഇതിനിടയ്ക്ക് കല്ലുമ്മക്കായ ഒന്ന് കഴിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എവിടെ കല്ലുമ്മക്കായ? കല്ലുമ്മക്കായായിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. ഒരു പേസ്റ്റ് പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വിചാരിച്ചത് ഇതിനടിയിൽ കല്ലുമ്മക്കായ ഉണ്ട്, എന്റെ മുകളിലാണ് ഈ ഒരു മസാല വരുന്നതെന്ന്. പക്ഷെ മസാല അല്ല, ഈ ഒരു ചീസ് വരുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അല്ല, ഇത് മൊത്തത്തിൽ അടിച്ചു കലക്കി പേസ്റ്റ് ആക്കിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിത് വേണ്ട. ഞാൻ അടുത്തതുണ്ട്, അതിന്റെ എന്താ അവസ്ഥ എന്ന് അറിയത്തില്ല. ഇതും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് പ്രാന്ത് പിടിക്കുന്നു. എനിക്കാണെങ്കിൽ ഒരു ഒന്നും കല്ലുമ്മക്കായ ഞാൻ മുഴുവനായിട്ട് കണ്ടിട്ട് ഞാൻ മറ്റുള്ള തായ്ലൻഡ് നമ്മൾ ഇങ്ങനെ കുടിക്കൂല അതുപോലെയൊക്കെ വിചാരിച്ചു വന്നിട്ട് നോക്കിക്കേ ഇതെന്തോ ഇത് കാണുമ്പോ എനിക്ക് ദേഷ്യം പറഞ്ഞു. കഴിക്കണം കൂടെ പോകും. ഓരോ തന്നെ ഇങ്ങനെ ആക്കി തന്നത്. കല്ലുമ്മക്കായ എവിടെ? ഫുഡിന്റെ കാര്യത്തിലേ എനിക്ക് ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഒട്ടും ഒരിക്കലും എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ മൂഡ് തന്നെ പോകും. എന്റെ മുഖം കണ്ടില്ലേ? ആകെ ഞാൻ കഴിച്ച എല്ലാ ഐറ്റംസും ഞാൻ കഴിച്ചു. ക്രാബ് ഇതുവരെ തൊട്ടിട്ടില്ല. അതാ ഈ ലോബ്സ്റ്റർ ഇത് മാത്രമാണ് കഴിച്ചതിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നിയത്. റൈസൊക്കെ ഓക്കെയാണ്, ബട്ട് കല്ലുമ്മക്കായ എന്നെ ചതിച്ചു. ക്രാബ് ഇതിനകത്ത് ക്രാബ് മിക്സ് ആക്കിയിട്ട് അത് കൊള്ളണ്ടോ, പക്ഷെ ഇത് കൊള്ളാന്ന് പറഞ്ഞു. ഞാൻ തൊട്ടിട്ടില്ല, കാരണം ഇതിപ്പോ കഴിച്ചിട്ട് വീണ്ടും എന്റെ മൂഡ് പോകും. ഞാൻ ഇങ്ങനെ ഇതൊക്കെയാണ് പോയി മുടിഞ്ഞ് പിടിച്ചോണ്ട് വന്നത്. ലോബ്സ്റ്ററിനകത്ത് ഇത്രയും മീറ്റ് ഉണ്ട്. ഇത് കഴിച്ചതിന് ശേഷം ബാക്കി നോക്കാന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഫിഷ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇതുവരെയായിട്ട് എനിക്ക് ഫിഷ് തീരെ പോകുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ടേസ്റ്റിന് എടുത്ത് നോക്കുന്നതല്ലാണ്ട് ഞാൻ ഫിഷ് ഒന്നും കഴിക്കാറില്ല. എനിക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇഷ്ടം. ക്രാബ്, കല്ലുമ്മക്കായ, അങ്ങനെ പ്രോൺസ് അലർജി ആണെങ്കിലും ഞാൻ ഇടയ്ക്ക് കഴിക്കലുണ്ട്. എന്നാലും ഞാൻ ഫിഷ് അധികം തൊടാറില്ല. കഴിച്ച് മടുത്തു എന്ന് പറയാം. സത്യം. ആദ്യം ആ ഷോർബ കഴിച്ചപ്പോ ഒന്നും പറയാണ്ട് മിണ്ടാണ്ടിരുന്നാ മതി. ഞാൻ എന്തൊക്കെ തള്ളിയത്. ആക്ച്വലി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ വഴക്ക് കൂടെ പറഞ്ഞപ്പോഴത്തേക്കും ഒക്കെ ഒന്നോ ചോറ് കഴിക്കാൻ പറ്റുന്നല്ലോ. ലോബ്സ്റ്റർ കംപ്ലീറ്റ് ആക്കി. വേറെ ഒന്നും തൊടുന്നില്ല. എനിക്ക് ഈ ഒരു സാധനം കഴിക്കണമെന്നുണ്ട്. ഈ ടേസ്റ്റ് ഒന്ന് നോക്കണമെന്നുണ്ട്. കൊള്ളാം, സമാധാനായി. സ്പൂണൊക്കെ വെച്ച് കോരി കഴിക്കേണ്ട സാധനമാണ്. ഈ വയ്യ ഫോർമാലിറ്റി നോക്കാൻ. മിക്കറോട് കിടന്ന് ഉറങ്ങും. വയറ് പൊട്ടാറ്. എനിക്കറിയാം എന്ത് തന്നിട്ടാണ് എന്റെ വയറ് പൊട്ടാറെന്ന് അറിയാൻ പാടില്ല. ഞാൻ ആകെ കഴിച്ചത് എത്രയാ? ഇത്ര റൈസ് ഞാൻ അതും കഴിച്ചിട്ടില്ല. കുറച്ച് റൈസ് കഴിച്ചത്. ഫിഷ് നോക്കിയിട്ട് അങ്ങനെ തന്നെ ഉണ്ട്, കഴിച്ചിട്ടില്ല. അതാ ഈ സാധനമോ കഴിച്ചത്. എന്തൊരു അവസ്ഥയാണോ ഇതൊക്കെ പോണില്ല. ഒത്തിരി ഫുഡ് വേസ്റ്റ് ആക്കിയത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഓർഡർ ആക്കിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു, കഴിക്കാനുള്ള മൂഡും ഉണ്ടായിരുന്നു.
പക്ഷെ വയറ് നിറഞ്ഞു, ഒന്നും കഴിക്കാൻ കഴിയുന്നില്ല. ഇരിക്കണോ കിടക്കണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ഏതാണ്ട് കഴിച്ച് സൈഡായി പോയി. ഹലോ. ഫുഡ് നല്ല ഫുഡായിരുന്നു, ഒക്കെ അടിപൊളി തന്നെ. ആ കല്ലുമ്മക്കായന്റെ ഒരു സംഭവം മാത്രമാണ് ചീറ്റിപ്പോയത്. കാരണം അത് അവര് വന്നിട്ട് പിന്നെ ക്രഷ് ചെയ്തിട്ട് പൊടിച്ചിട്ട് ചീസിലൊക്കെ മിക്സ് ചെയ്തത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ടേസ്റ്റ് കൊള്ളാം, പക്ഷെ ഒന്നാമത് അത് ചെറിയ മീറ്റ് അല്ലേ, അതിനെ എടുത്തിട്ട് ഇനിയിപ്പം അങ്ങനെയൊക്കെ ഒരു ലെവൽക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും. ഈ കല്ലുമ്മക്കായ എന്ന് പറയുമ്പോൾ എനിക്ക് പ്രാന്താണ്, ഒരു പ്രാന്തിയാണ് ഞാൻ. ആ കാര്യത്തിൽ നിങ്ങൾക്ക് എന്റെ വ്ളോഗ്, ഐ മീൻ എന്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഞാൻ കല്ലുമ്മയെ കുറിച്ച് ഭയങ്കര ഭയങ്കര ഓബ്സസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. സോ ആ ഒരു സാധനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ക്രാബ് അടിപൊളിയായിരുന്നു, ലോബ്സ്റ്റർ അടിപൊളിയായിരുന്നു. ഫിഷിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, ഒക്കെ കൊള്ളാം, നല്ല ടേസ്റ്റ് തന്നെയാണ്. അത്താഴം നല്ല റാഹത്തായിട്ട് കഴിച്ചു. ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, വയറൊക്കെ കൂടെ ടൈറ്റ് ആയിട്ടിരിക്കുന്നത്. എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ, എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. എന്തെല്ലാം ഓർഡർ ചെയ്ത്, ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ സൂപ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഷോർബ, അത് കുടിച്ചതിന് ശേഷം ഉണ്ടല്ലോ, ആ ചോറെടുത്ത് വായിൽ വെച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ താഴോട്ട് ഇറങ്ങുന്നില്ല. പിന്നെ ഞാൻ ഈ വ്ളോഗ് തുടങ്ങിപ്പോയല്ലോ, ഇത് കംപ്ലീറ്റ് ആക്കണമല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഓരോന്നിടത്തേക്ക് കാണിച്ചെന്ന് ഞാൻ തന്നെ കഴിച്ചത്. ഇല്ലെന്നുണ്ടെങ്കിൽ ആ സാധനം എനിക്ക് ഒട്ടും കഴിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇതിനുശേഷം വേറൊരു സാധനം കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ ഇവിടെ കോബാറിൽ വന്ന സമയത്ത് ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നേ, ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ടൈം വരുമ്പോൾ കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇറങ്ങിയത്, ഇത് കഴിച്ചതിന് ശേഷം അങ്ങോട്ട് പോകുന്നത്. ബട്ട് ഇപ്പൊ എനിക്ക് വെള്ളം പോലും ഇറക്കാൻ പറ്റാത്തൊരു അവസ്ഥയില് അതെന്തായാലും നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ കഴിക്കുന്നില്ല കേട്ടോ ആ സാധനം. പിന്നെ ഏതാണ്ട് 3:05, ഇനി അരമണിക്കൂർ എടുക്കും റൂമിലോട്ട് പോയി എത്താൻ വേണ്ടിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം കഴിച്ചിട്ട് എന്താ പറയാ നമുക്ക് നീത്ത് വെക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലാസ്റ്റ് സപ്പറോട് കൂടി ക്ലോസ് ചെയ്യാം. ഇനി വേറൊരു ഫുഡിലോട്ടോ വെള്ളത്തിലോട്ടോ എനിക്ക് പോകാൻ വേണ്ടി വയ്യ. മിക്കവാറും എനിക്ക് വയറ് പൊട്ടുന്ന എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. 5 നോമ്പ് കഴിഞ്ഞപ്പോ തന്നെ എന്റെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇനി മുന്നോട്ട് അങ്ങോട്ട്. കാരണം ഞാൻ ദുബായിൽ ഇപ്പൊ നമ്മുടെ ഫുഡ് ഫെസ്റ്റിവൽ ഒക്കെ നടക്കുന്നുണ്ട്. വലിയ വലിയ പ്ലാനൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അതായത് നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ, അത്താഴമൊക്കെ എവിടെ നിന്ന് കഴിക്കാം ഒക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല അത് എന്നെ കൊണ്ട് പറ്റുമെന്നുള്ളത്. ഒരു 2-3 ദിവസത്തേക്ക് ഇനി ലളിതമായ രീതിയിലുള്ള അത്താഴവും ലളിതമായിട്ടുള്ള രീതിയിലുള്ള നോമ്പ് തുറയും മാത്രമായിരിക്കും ഞാൻ ചെയ്യണ്ടാവുക. അതിനുശേഷം മാത്രമേ ഇതുപോലത്തെ ഗ്രാൻഡ് പരിപാടിക്ക് നിൽക്കുന്നേ. നെക്സ്റ്റ് വേൾഡ് കപ്പിന്റെ സ്റ്റേഡിയം ഇവിടെ പണിതുകൊണ്ടിരിക്കുവാണ്. കാണാൻ സാധിച്ചത് സന്തോഷം. ഇനി നമുക്ക് വേൾഡ് കപ്പ് കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല, എന്തായാലും സ്റ്റേഡിയം നമുക്ക് കണ്ടു വെക്കാലോ. അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചാണ്, ബട്ട് കുഴപ്പമില്ല. എനിക്ക് ഒന്നും ഉറക്കാൻ വേണ്ടി പോയി പറ്റുന്നില്ല. എനിക്ക് ഉറക്കാനല്ല, ഉറക്കമാണ് എനിക്ക് വരുന്നത്. അപ്പൊ ശരി എന്നാ ഗൈസ്, സോറി. അപ്പൊ ശരി എന്നാ ഗൈസ്, ടാറ്റാ ബൈ ബൈ, മസ്സലാമ.